ഈ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷൻ, ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്ത് വരാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ നമ്പർ 1 ബീച്ച് ട്രക്കിംഗ് ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഗോകർണ മെയിൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഗോകർണ മെയിൻ ബീച്ചിൽ നിന്നാണ് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ബീച്ചായ കുഡ്ലെ ബീച്ചിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. കിലോമീറ്റർ കണക്ക് ഒരേ ആഴത്തിലുള്ള നല്ല അടിപൊളി ബീച്ചാണ് കുഡ്ലെ. കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കുഡ്ലെ ബീച്ചാണ്. അവിടുന്ന് ഒരു കുളിയും പാസ്സാക്കി നമുക്ക് നേരെ പോകേണ്ടത് അടുത്ത ബീച്ചായ ഓം ബീച്ചിലേക്കാണ്. കുഡ്ലെ ബീച്ചിൽ നിന്നും ഓം ബീച്ചിലെത്താൻ ഏകദേശം 2 കിലോമീറ്ററോളം കാട്ടിലൂടെ ട്രെക്ക് ചെയ്യേണ്ടതുണ്ട്. പോകുന്ന വഴികൾ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ തന്നെയാണ്. കാടും മലയും കുന്നും താണ്ടിയിട്ടുള്ള ഈ റൂട്ടാണ് എനിക്ക് ട്രെക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായി തോന്നിയ റൂട്ട്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഓം ബീച്ചിലെത്താം. ഓം ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം അടുത്ത ബീച്ചായ ഹാഫ് മൂൺ ബീച്ചിലേക്ക് പോകേണ്ടതുണ്ട്. ഓം ബീച്ചിൽ നിന്നും ഹാഫ് മൂൺ ബീച്ചിലേക്കുള്ള ട്രക്കിങ്ങിലാണ് വളരെ അടിപൊളിയായിട്ടുള്ള ക്ലിഫുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹാഫ് മൂൺ ബീച്ചിൽ നിന്നും അവസാനത്തെ ഡെസ്റ്റിനേഷനായ പാരഡൈസ് ബീച്ചിലേക്ക് ഏകദേശം 5 ബീച്ചുകളാണ് ഇതിൽ വരുന്നത്. ഗോകർണ മെയിൻ ബീച്ചിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ട്രക്കിംഗ് അവസാനിക്കുന്നത് പാരഡൈസ് ബീച്ചിലാണ്. ഈ 5 ട്രക്കുകളും കഴിഞ്ഞ് നമുക്ക് നേരെ പാരഡൈസ് ബീച്ചുമായി എക്സിറ്റ് പോയിന്റിലെത്താം. അവിടുന്ന് നേരെ വണ്ടി പിടിച്ച് നാട്ടിലേക്കും.